ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിരുന്നു ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ ഈ 434 ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് യൂണിക് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് ഒരു 350 to 390 ക്വസ്റ്റ്യൻസ് ആണ് ഈ സബ്ജക്റ്റിൽ ആസ് എ ഹോൾ വരാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലായി. ആൻഡ് ഇതിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫണ്ടമെന്റലിൽ ഒരു 100 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. ആൻഡ് ഫൗണ്ടേഷൻ ഓർ ഡയറക്റ്റ് എൻട്രി സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ബേസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നേരെ ഈ 100 ക്വസ്റ്റ്യൻ അല്ല ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തിലോട്ട് കിടക്കുകയാണ്? ഇതിനേക്കാളും ബേസിലോട്ട് കിടക്കുകയാണ്. അതായത് ഈ 100 ക്വസ്റ്റ്യൻസ് ഇരുന്നോട്ടെ, അത് നമുക്ക് ചെയ്യാം. അതിൽ യൂണീക്ക് ആയിട്ട് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ആൻഡ് പിന്നെ അതിനുശേഷം വരുന്നത് നമുക്ക് ഇങ്ങനെ ഓർഡറിൽ പോകാം. മാക്സിമം 350 390 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും സോൾവ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ് കാണുന്ന എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഒരു ബേസ് സെറ്റ് ചെയ്യണം നമ്മൾ. ഓക്കെ, ഇനിയുള്ള ചാപ്റ്ററുകളിൽ ഞാൻ പറയുന്ന കീവേഡുകളോ അല്ലെങ്കിൽ ഒരു ഫ്ലോ ഒക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കൂ അങ്ങനെ ആലോചിക്കൂ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് നമ്മൾ ഈ ഏറ്റവും ഫസ്റ്റ് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഈ സബ്ജക്റ്റിന്റെ സ്റ്റാർട്ടിങ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സ്റ്റോറി വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആ സ്റ്റോറിയിൽ നിന്ന് ബിൽഡ് ചെയ്ത് നിങ്ങളും തിങ്ക് ചെയ്യുക നല്ലപോലെ. ഇപ്പൊ തൽക്കാലത്തിന് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് സമാധാനത്തിലിരിക്കാം. ഓക്കെ, കയ്യിലൊന്നും വെക്കേണ്ട. പേപ്പറും പേനയും എന്തൊക്കെയുണ്ട് അതിനൊക്കെ ഒന്ന് മാറ്റി ടേബിളിന്റെ മുകളിൽ കയ്യും കെട്ടിയിരുന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒരു കഥ കേൾക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഒന്ന് മൈൻഡിൽ തിങ്ക് ചെയ്യുക, ഞാൻ എന്താണ് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ്. ആൻഡ് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം? ഒരു സ്റ്റേഷനറി ഷോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേഷനറി ഷോപ്പ്, ഓണ്ടർപ്രണർ ആവണമെന്ന് വിചാരിക്കുകയാണ്. ഒരു സ്റ്റേഷനറി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ക്ലിയർ? അപ്പൊ ഈ ബിസിനസ് തുടങ്ങുന്നവിടെ നിന്ന് തൊട്ട് അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വരെയുള്ള ഒരു 5-6 ട്രാൻസാക്ഷൻസ് പറയാം. ആൻഡ് അതും നമ്മളുടെ ഈ സബ്ജക്റ്റുമായിട്ട് എന്താ ബന്ധം എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ ബേസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബേസ് എന്ന് വരണ്ടേ. ഇപ്പൊ ഒരാൾ ബിസിനസ് ചെയ്യുന്നവിടെ നിന്നാണ് നമ്മളിത് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ആള് പുതിയൊരാളാണ്, സ്റ്റേഷനറി ഷോപ്പ്, ന്യൂ ഓണർ. ഓക്കെ, പുതിയൊരാളാണ്. ആ ആള് ആ ബിസിനസ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? മിസ്റ്റർ എ ഓർ ബി സി ഓർ വാട്ടെവർ, എ എന്നാണെന്ന് വിചാരിക്കുക. മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാള് സ്റ്റേഷനറി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റേഷനറി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് വേണം? ആൾക്കൊരു കട വേണം, കടയിൽ കുറെ സാധനങ്ങൾ വേണം. ആൻഡ് ഈ കടയും സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആളുടെ കുറച്ച് ക്യാഷ് വേണം. ശരിയല്ലേ? അപ്പൊ ആള് ബിസിനസ്സിലോട്ട്, ആളുടെ കയ്യിലുള്ള കുറച്ച് ക്യാഷിനെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. ബിസിനസ്സിലോട്ട് ക്യാഷ് കൊണ്ടുവരുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണ്. മിസ്റ്റർ എ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്യാഷ് കയ്യിലുണ്ടായിരുന്നു, കുറച്ച് ക്യാഷ് അച്ഛൻ വന്നു, എല്ലാം കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 1 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു വിചാരിക്കാം. ഓക്കെ, ബിസിനസ്സിലോട്ട് ആൾക്ക് ഇപ്പൊ എന്ത് കിട്ടി? ഒരു 1 ലക്ഷം രൂപ കയ്യിൽ കിട്ടി. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ 1 ലക്ഷം രൂപ വെച്ചിട്ട് ആദ്യം എന്ത് ചെയ്യാണ്? ആള് കട, സ്വന്തം കടയല്ല, വാടകയ്ക്കുള്ള കടയാണെന്ന് വിചാരിക്കുക. ഒരു ഷോപ്പ് ഉണ്ട്, മിസ്റ്റർ എക്സിന്റെ ആയിരുന്നു ആ ഷോപ്പ്. എക്സിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഈ കട റെന്റിന് എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എക്സ് പറയാണ്, ഓക്കെ സ്റ്റേഷനറി ഷോപ്പ് തുടങ്ങാനല്ലേ, ഞാൻ തരാന്ന് പറയണു. എക്സ് എന്നിട്ട് എയിനോട് ആവശ്യപ്പെടുകയാണ്. എന്തൊക്കെ ആവശ്യപ്പെടും? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വേണമെന്ന് പറയും. അതായത് ഞാൻ ഷോപ്പ് തരുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു എമൗണ്ട് വേണമെന്ന് പറയും. മേ ബി ഒരു 50,000 റുപ്പീസ്. ദെൻ എനിക്ക് മാസം ഒരു 5,000 രൂപ റെന്റും വേണമെന്ന് പറയും. നിങ്ങൾ ഇമാജിൻ ചെയ്യണേ, ഞാൻ ഈ സ്റ്റോറി പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇമാജിൻ ചെയ്യുക, ഒരാള് സ്വന്തം കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വരികയാണ്. ആൻഡ് എക്സ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പില് പോയിട്ട് ആ ഷോപ്പ് എനിക്ക് റെന്റിന് വേണമെന്ന് പറയണം. അപ്പൊ ആ എക്സ് പറയുകയാണ് എൻ്റെ അടുത്ത്, ഞാൻ കട വാടകയ്ക്ക് തരാം, പക്ഷെ എനിക്കൊരു അഡ്വാൻസ് എമൗണ്ട് വേണം, പ്ലസ് മന്ത്ലി എനിക്ക് എന്ത് വേണം? റെന്റും തരണം എന്ന് പറയാം.
പിന്നെ എ എന്ത് ചെയ്യാണ്? ഓക്കെ, കട കിട്ടി, കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒരു 50,000 രൂപ കൊടുത്തു. ബാക്കി എത്രയുണ്ട്? ഒരു 1,00,000 രൂപയുണ്ട്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 50,000 രൂപയുണ്ട്. ഇതില് എ ആള് എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ബിസിനസ് ആണ്. ഒരു 30,000 രൂപയ്ക്ക് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. സ്റ്റേഷനറി ഐറ്റംസ് എന്ത് ചെയ്യാണ്? സ്റ്റേഷനറി ഐറ്റംസ് ബൈ ചെയ്തു, ബൈ ചെയ്തു. ഇത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാ? ഈ സ്റ്റേഷനറി ഐറ്റത്തിനെ പിന്നീട് എന്ത് ചെയ്യണം? സെയിൽ ചെയ്യണം. ആ വിറ്റ് കിട്ടുന്ന പൈസയാണ് ഇയാൾ എന്ത് ചെയ്യുക? ഒരാൾ 10 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞാൽ 12 രൂപയ്ക്ക് സെയിൽ ചെയ്യണം, 2 രൂപ ലാഭം. ദെൻ 4 സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, മാസം വാടക കൊടുക്കണം. മാസം കുറച്ച് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. കുറച്ച് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ട്. ദെൻ മന്ത്ലി ഫോൺ ബില്ലൊക്കെ വരുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ആള് സെയിൽ ചെയ്യുന്ന സ്റ്റേഷനറി കുറച്ച് പേര് തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ വന്നിട്ട് പറയാണ്, ഓക്കെ ചേട്ടാ, ഈ പൈസ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് തരാന്നൊക്കെ പറയാണ്. കടത്തിന് സാധനം വാങ്ങിക്കുകയാണ്, ക്രെഡിറ്റ് സെയിൽ. ഓക്കെ, ദെൻ ആള് പൈസ നമുക്ക് തരാനുണ്ട്. എമൗണ്ട് owed by some person. ഓക്കെ, ചുമ്മാ കൈ കെട്ടിയിരുന്നാൽ മതി, ജസ്റ്റ് ഈ കഥയൊക്കെ ഒന്ന് കേട്ടാൽ മതി, ഇത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ, ഒരു എ എന്ന് പറയുന്ന ഒരാൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. സ്വന്തം കയ്യിൽ നിന്ന് കുറച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ എടുത്തിട്ട് വന്നു. ദെൻ ആ പൈസ വെച്ചിട്ട് ഒരു കട വാടകയ്ക്ക് എടുത്തു, അതിന് അഡ്വാൻസ് കൊടുത്തു. ദെൻ മന്ത്ലി ഇത് തരാന്ന് പറഞ്ഞു, റെന്റ് തരാന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം കുറെ സാധനങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങി വെച്ചു. ഒരാളുടെ നിന്നാണ് വാങ്ങിക്കുക. ദെൻ കുറച്ച് ആൾക്കാർക്ക് അത് സെയിൽ ചെയ്യണം. മാസം ഇലക്ട്രിസിറ്റി ബില്ല് വരണു, ഫോൺ ബില്ല് വരണു, അതൊക്കെ അടയ്ക്കണു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം, കടയിൽ ഒരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. സ്റ്റാഫിന് സാലറി കൊടുക്കണം. ഓക്കെ, അപ്പോ ഞാനിപ്പോ ആകെ പറഞ്ഞത് ഈ ഒരു 10 മിനിറ്റിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഒരാൾ ഒരു ഷോപ്പ് തുടങ്ങാൻ വരുന്ന സമയത്ത് വരുന്ന നോർമലി നിങ്ങൾക്ക് കേട്ട് പരിചയവും കണ്ടുപരിചയമുള്ള കുറെ ട്രാൻസാക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ അക്കൗണ്ടൻസിയിലോട്ട് വരുന്ന സമയത്ത് ഇതിനെല്ലാം നമ്മൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എന്ന് പറയും. എന്താണ്? അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഓർ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയും. ഈ ട്രാൻസാക്ഷനിൽ നിന്നാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടൻസിയുടെ എല്ലാം സ്റ്റാർട്ടിങ് എന്ന് പറയും. ശരിയല്ലേ? ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് നമ്മൾ ഈ അക്കൗണ്ടൻസിയുടെ ഏറ്റവും ബിഗിനിങ് ഓർ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യും, ദെൻ ക്ലാസിഫൈ ചെയ്യാന്ന് പറയും, അതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇപ്പൊ നോക്കൂ, ഇങ്ങനെ ഒരു വർഷം മുഴുവൻ ഇങ്ങനത്തെ കുറെ ട്രാൻസാക്ഷൻസ് നടന്നു എന്ന് വിചാരിക്കും. ഇതിനെ മുഴുവൻ ഒരാൾ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചു. പെട്ടെന്നൊരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ വർഷത്തെ മുഴുവൻ സെയിൽസ് എത്രയാണ്, അല്ലെങ്കിൽ മുഴുവൻ പർച്ചേസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ബുക്ക് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കുറെ ഡേറ്റുകളിൽ കുറെ സെയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കുറെ ഡേറ്റുകളിൽ കുറെ പർച്ചേസ് എഴുതി വെച്ചിട്ടുണ്ട്, കുറെ ഡേറ്റുകളിൽ കുറെ സാലറി എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു ഓർഗനൈസർ അല്ല. നിങ്ങളിപ്പോ പഠിക്കുമ്പോൾ പോലും സ്റ്റഡി പ്ലാനർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ലേ. അപ്പൊ അതുപോലെ ഇതൊട്ടും ഓർഗനൈസർ അല്ല. ഇങ്ങനെ ഒരു സെന്റൻസ് ബൈ സെന്റൻസ് ഒരാൾ ഇങ്ങനെ ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട്. ഡെയിലി ഞാൻ ഇത്ര സാധനം വാങ്ങിച്ചു, ഇത്ര വിറ്റു, ഇത്ര വാങ്ങി, ഇത്ര കടം കൊടുത്ത ആൾ ഇത്ര പൈസ തന്നു, ഞാൻ ഒരാളുടെ നിന്ന് കടം വാങ്ങി, ഞാൻ അയാൾക്ക് കുറെ പൈസ കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഇതൊട്ടും എന്തല്ല, സിസ്റ്റമാറ്റിക് അല്ല. നമ്മൾ ഈ ട്രാൻസാക്ഷൻസിനെ എല്ലാം സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ശരിക്കും പറഞ്ഞ ഈ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ ട്രാൻസാക്ഷൻസിനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. ശരിയല്ലേ? ആൻഡ് ഇതിനെ പ്രസന്റ് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം. ഇതാണ് ഇതിന്റെ ആസ് എ ഹോൾ ബേസ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ഫൗണ്ടേഷനിലും ഇതിലൊക്കെ പഠിച്ച ജേണൽ എൻട്രിയിലോട്ടാണ് നമ്മൾ ഇനി അടുത്തത് കടക്കാൻ പോകുന്നത്. എന്താണ് ജേണൽ എൻട്രി ആൻഡ് എന്തിനാണ് ജേണൽ എൻട്രി എഴുതുന്നത് എന്നുള്ള കാര്യമൊക്കെ അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട, ജേണൽ എൻട്രിയിലോട്ട് എത്തുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ ചാപ്റ്ററിനും വേണ്ടിയിട്ടുള്ള ബേസ് ആണ് ഞാനിവിടെ പറയുന്നത്.
ഈ കുറച്ചൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെഷൻ കഴിഞ്ഞ് ഇതിൽ തരുന്ന ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തരും. ക്വസ്റ്റ്യൻസ് ഞാൻ 1-2 ഞാൻ ചെയ്തു തരും. അതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 200 ജേണൽ എൻട്രീസ് എങ്കിലും എഴുതി പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ഏത് ഫോർമാറ്റിൽ എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായി, ശരിക്കും ഒരു ഫൗണ്ടേഷൻ റെഡിയായി. ഫൗണ്ടേഷൻ റെഡി എന്ന് അസ്ഥിവാരം ഇട്ട് ഉറപ്പിക്കുക എന്ന് പറയില്ല. ഒരു വീട് കെട്ടാൻ പോകണം, വീടല്ല, ഇന്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊട്ടാരം കെട്ടാൻ പോവുകയാണ്. അതിനൊരു അടിപൊളി ഫൗണ്ടേഷൻ ഇടാൻ പോവുകയാണ്. ഓക്കെ, ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതൊന്നും ബുക്കിൽ തപ്പണ്ട, ബുക്കിൽ കിട്ടില്ല, ഞാൻ എൻ്റെതായ രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഓക്കെ, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ആണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, ശരിയല്ലേ? ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നിങ്ങൾ ഏതെടുത്താലും എവരി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, ഞാനിതെല്ലാം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ കൈകെട്ടി കേട്ടോണ്ടിരുന്നാൽ മതി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം സമയം തരാം, നിങ്ങൾ പോസ് ചെയ്ത് ഇതിനൊക്കെ ഒന്ന് എഴുതി ക്ലോസ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, എവരി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഹാസ് മിനിമം 2 accounting terms. ഇതാണ് ജേണൽ എൻട്രി എഴുതുന്നതിന്റെ അടുത്ത ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എടുത്താലും അതിൽ മിനിമം 2 അക്കൗണ്ടിങ് ടേമുകൾ മിനിമം ഉണ്ടാവും. ഓക്കെ, അത് അക്കൗണ്ടിങ് ടേമുകൾ ഞാൻ ഇനിയും ഇപ്പൊ എന്താണ് ക്രെഡിറ്റർ, എന്താണ് ലൈബിലിറ്റി, ആ ലെവലിലേക്ക് പോകുന്നില്ല. കുറച്ചെങ്കിലും അതൊക്കെ അറിയുന്ന വിചാരിക്കണം. ഇനി അതും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് തന്നെ ചോദിക്കാം. ഇപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ട്രാൻസാക്ഷനെയും അതിനകത്ത് 2 അക്കൗണ്ടിങ് ടേമുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 6 അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, ഇതിൽ ഓരോന്നിലും മിനിമം 2 വെച്ച് കണ്ടുപിടിക്കാൻ നോക്കുക. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഈ അക്കൗണ്ടിങ് ടേമുകൾ എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടൻസിയിൽ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളെ, ഇപ്പൊ പറഞ്ഞ ട്രാൻസാക്ഷൻസിനെ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ശരിയല്ല? അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് വിചാരിക്കുക, ഇതൊരു വേറൊരു ലാംഗ്വേജ് ആണെന്ന് വിചാരിക്കുക. ഇതിനെ അക്കൗണ്ടൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ട്രാൻസാക്ഷനിലും മിനിമം 2 അക്കൗണ്ടിങ് ടേംസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. മിനിമം 2, മാക്സിമം 2ന് മുകളിൽ പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫൗണ്ടേഷൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരല്ലേ, ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഓരോ ട്രാൻസാക്ഷനിലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് പരിചയമുള്ള അക്കൗണ്ടിങ് ടേമുകൾ എന്ന് എഴുതും. ഇപ്പൊ ഓരോ ട്രാൻസാക്ഷനിലും ഞാനിപ്പോൾ ഒറ്റ എക്സാമ്പിൾ പറയാം. മിസ്റ്റർ എ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 1 ലക്ഷം രൂപ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിലുള്ള അക്കൗണ്ടിങ് ടേമുകൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഡിഗ്രി ഒക്കെ പഠിച്ചവർക്ക് ബേസിക് ആയിട്ട് മനസ്സിലാവും. ഇയാള് ക്യാഷ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് ടേമാണ്. ആൻഡ് ഈ ഓണർ ബിസിനസ് ചെയ്യാൻ വേണ്ടി ക്യാഷിനെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന ആ ഒരു കാര്യത്തിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ഇതൊരു അക്കൗണ്ടിങ് ടേമാണ്, ശരിയല്ലേ? അപ്പോ ഫസ്റ്റത്തെ ട്രാൻസാക്ഷനിൽ എത്ര ടേമുകൾ കിട്ടി? നമുക്ക് മിനിമം 2 ടേമുകൾ കിട്ടി. ഞാൻ പറയുന്നത് ഇതുപോലെ ഈ ഓരോ ട്രാൻസാക്ഷനിലും നിങ്ങൾക്ക് മിനിമം 2 അക്കൗണ്ടിങ് ടേമുകൾ കിട്ടുന്നതാണ് പറയുന്നത്, മിനിമം. ഓക്കെ, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിനു ശേഷം നോക്കൂ, മിനിമം 2 അക്കൗണ്ടിങ് ടേമുകൾ എന്തായാലും കിട്ടും. ആൻഡ് ഈ ടേമുകളെ വെച്ചിട്ട് നമ്മൾ ഫർദർ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. കുറച്ചൊന്ന് ക്യൂരിയസ് ആയിട്ടിരിക്കും. ഇനി ഒന്ന് കൈയൊക്കെ ഒന്ന് അഴിച്ചിട്ടിട്ട് ജസ്റ്റ് ഈവൻ ഇമാജിൻ ചെയ്താൽ പോലും മതി, ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതൊന്ന് ക്യാച്ച് ചെയ്താൽ മതി. ഓരോ ട്രാൻസാക്ഷനിൽ ഏതൊക്കെയാ 2 ടേമുകൾ എന്നുള്ളത് ഒന്ന് ആലോചിക്കും. ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ.